ഞാൻ പുതിയതായി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. 4 മാസമായി. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. യൂട്യൂബ് അത്ര ഈസിയൊന്നുമല്ല. യൂട്യൂബിലൊരു കണ്ടൻറ് റൈറ്ററായിട്ട് അല്ല കണ്ടൻറ് ക്രിയേറ്ററായിട്ട് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയണത്. നമുക്ക് വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണം മോണിറ്റൈസ് ചെയ്യാൻ. അപ്പോൾ യൂട്യൂബ് അടുത്തിടെ തുടങ്ങിയവർക്കും അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ലൈവ് വന്നിരിക്കുന്നത്. നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ടഫാണ്. അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ്, എന്നാലേ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസുകൾ കണ്ടിരുന്നു, ഹൗ ദേ മാനേജ് ദെയർ യൂട്യൂബ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അവർ ക്വാളിറ്റി ഓഫ് കണ്ടൻറ്റ് പറഞ്ഞു തന്നു, വീഡിയോ ക്ലാരിറ്റി പറഞ്ഞു തന്നു. ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ എനിക്ക് എക്സ്ട്രാ സ്പീക്കറൊന്നുമില്ല. ആകെയുള്ളതൊരു ട്രൈപോഡ് മാത്രമാണ്. പിന്നെ ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ഏജ്ഡായ ഒരാളാണ്. പിന്നെ അവർ ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമായിട്ട് കിട്ടിയില്ല, എക്സെപ്റ്റ് ഫോർ മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം മറന്നിരിക്കുന്ന പറയാൻ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, അത് യൂട്യൂബ് അൽഗോരിതത്തിനെ പറ്റി അവർ പറഞ്ഞായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ട് നോക്കി, ഏതിനാണ് കൂടുതൽ വ്യൂസ് പോകണതെന്ന് അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് വീഡിയോസിന് പോസ്റ്റഡ് അറ്റ് എ സർട്ടൻ ടൈം വാസ് ഗെറ്റിംഗ് മോർ വ്യൂസ്. അപ്പോൾ ആ സമയത്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ആ ടൈപ്പ് ഓഫ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നാലും 1K 2K ഒക്കെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. 2K സംതിങ് വരെ വന്നു ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ. പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ, ലൈവ് പോയി കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ലൈവ് പോകാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്കും വേണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കിട്ടുന്ന അതായത് ഞാൻ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലുകളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഒരു 100 സബ്സ്ക്രൈബ് ചെയ്താൽ, അതായത് കണ്ടൻസ് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. ഒന്നുമില്ലാത്ത കണ്ടൻറ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടൻറ്റ് കണ്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണ്ട. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു 100 നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിലരുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയണത്. അല്ലാതെ നമ്മളിപ്പോൾ ബാക്കിയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അറിയണമെന്നില്ലല്ലോ. എസ്പെഷ്യലി എന്നെപ്പോലുള്ളൊരു എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ടോ അല്ലെങ്കിൽ ആംബിവേർട്ട്. ഓൺലൈനായിട്ട് എനിക്ക് സംസാരിക്കാം, പക്ഷേ നേരിട്ട് സംസാരിക്കാൻ ഞാൻ വളരെ പിന്നാക്കാണ്. പക്ഷേ സഭാകമ്പൊന്നുമില്ല കേട്ടോ, ഞാൻ നല്ലൊരു ലോയറായിരുന്നു. പിന്നെന്താ, പിന്നെ കണ്ടൻസ്, അത് ഇറ്റ്സ് അപ് ടു ദ ക്വാളിറ്റി ഓഫ് ക്യാമറ. പിന്നെ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ടെന്ന് ആ സമയത്ത് അതിനൊക്കെ അനുസരിച്ചിരിക്കും കണ്ടൻസ്. പിന്നെ ചിലർ വളരെ ടാലൻറ്റഡ് ആണ്, നമ്മളെക്കാളൊക്കെ ഫാർ ബെറ്ററായ കണ്ടൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ, ഞാൻ 1-2 ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ചാനലിൽ കയറി നോക്കും, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വ്യൂസ് കൂടുന്നുണ്ട്, സബ്സ്ക്രിപ്ഷനും കൂടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോട് എനിക്ക് നന്ദി ഉണ്ട്. ഇനിയും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. താങ്ക് യു.